എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു നാടൻ സ്നാക്കാണ്. നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി സ്നാക്സ് കുറവാണ്, കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളല്ല ആക്ച്വലി കുറച്ച് മാസങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. നാട്ടിൽ പോയപ്പോൾ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ എന്ത് സംഭവം, അവിടെ ഒലക്കയില്ല, ഒരലും ഇല്ല. ഒരലുണ്ട്, പക്ഷെ ഒരലിന്റെ ഫ്രണ്ടായ ഒലക്കനെ കാണുന്നില്ല. കുട്ടേട്ടൻ എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് തോന്നുന്നത്. കുട്ടേട്ട അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പണ്ട് ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അടുത്ത വർഷം ഞാനിതൊക്കെ ചെയ്യുന്നതായിരിക്കും, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എള്ളുണ്ട. നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന എള്ളുണ്ട ഉണ്ടല്ലോ, അതുപോലെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് എല്ലാം ഇടിച്ചിട്ട് എടുക്കുന്ന എള്ളുണ്ടിയാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഒരലിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരലും ഒന്നും ഇല്ലാത്ത കാര്യം ഞാൻ മിക്സിയിലാണ് പൊടിക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമാണ്, അതേസമയം ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എള്ളിനെ പറ്റി എനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എള്ളിന്റെ ഗുണങ്ങൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത് അല്ലേ, അതിന് അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ ഇത് പല്ലിനും എല്ലിനും അതുപോലെ തന്നെ ഹെയറിനും പിന്നെ സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡെയിലി എള്ളുണ്ടായിട്ട് ഞാൻ കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഡിഷിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതുകൊണ്ടല്ല, എള്ള് നിങ്ങൾ എങ്ങനെയെങ്കിലും ദിവസം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാലോ, PCOD പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എള്ളൊക്കെ കഴിച്ച് നല്ല കുട്ടിയാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് എള്ളുണ്ട, അതായത് നാടൻ എള്ളുണ്ട എൻ്റെ അമ്മയുടെ റെസിപ്പി ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എള്ളുണ്ട തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പണ്ട് ഒക്കെ വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന ഇടിച്ചെടുക്കുന്ന രീതിയിലുള്ള എള്ളുണ്ടയാണ്. അല്ലാതെ എള്ള് ചതയ്ക്കാതെ മൊത്തത്തിലുള്ള ശർക്കര പനിയിൽ ഇട്ടിട്ട് വിളയിച്ചെടുക്കുന്ന പോലത്തെ എള്ളുണ്ടയല്ല ഞാൻ ചെയ്യുന്നത്. ബേക്കറിയിലൊന്നും കാണാറില്ല. ഇത് വീടുകളിൽ മാത്രം സാധാരണ രീതിയിൽ ചെയ്യാറുള്ളൂ, എൻ്റെ നാട്ടിലൊക്കെ കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള്, നല്ല കറുത്ത എള്ള്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് എള്ളിൻ്റെ അളവാണ് കാണിക്കാൻ പോകുന്നത്. അതായത് 240 ml കപ്പിൽ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഐക്യ ഗ്ലാസ്സിൽ 240 ml ഗ്ലാസ്സിലത്തെ 1 ഗ്ലാസിൻ്റെ അളവ്. അപ്പോൾ ഇത് നന്നായിട്ട്, ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എള്ളാണ്, നന്നായി കഴുകിയതിന് ശേഷം ഉണക്കി എടുത്ത് എള്ളാണ്. അപ്പോൾ അതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, എന്നാലും വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടേന്ന് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്നതിലൊന്നും വലിയ അഴുക്കൊന്നും കാണാറൊന്നുമില്ല. ഇനി ചെയ്യണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി നാളികേരം മതി, ഒരുപാട് നാളികേരമൊന്നും വേണ്ട. പിന്നെ വേണ്ടത് ശർക്കര. ഇപ്പോൾ കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് കറുത്ത ശർക്കര കിട്ടിയില്ല. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ അമ്മയൊക്കെ അല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മയൊക്കെ ചെയ്യുമ്പോൾ ഈ ശർക്കര ഉരുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവർ ഒലക്കി വെച്ചിട്ടാണ് ഇടിച്ചെടുത്തിരുന്നത് നമ്മുടെ എള്ളുണ്ടയൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ അത് പല വീടുകളിലും അന്യം നിന്ന് പോയ വസ്തുക്കളിലൊന്നാണ് ഉരലും ഒലക്കിയൊക്കെ അല്ലേ. ഇത് ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുക എള്ള്, അതിനുശേഷം അത് ഉരലിലിട്ടിട്ട് ചതയ്ക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ശർക്കര ചീകിയതും കൂടി ഇട്ടിട്ട് ഇടിച്ചെടുക്കുമ്പോൾ നല്ല വെറ്റായിട്ട് വരും, അല്ലെങ്കിൽ നല്ല നനവ് വരും. എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഒലക്കയും ഉരലൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ആ ഒത്തന്റിക് രീതിയിൽ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പം നാട്ടിലൊക്കെ പല വീടുകളിൽ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ പാവം ഉരല് മാത്രമേ ഉള്ളൂ, ഒലക്ക ഇല്ല. ഒരലിങ്ങനെ അനാഥമായിട്ട് ഒലക്കേനെ കാത്തിരിക്കുകയാണ്, ഇപ്പോൾ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ കുട്ടാനോട് പറഞ്ഞിരുന്നതാണ് നമുക്ക് ഒരലും ഒലക്കൊക്കെ വേണമെന്ന്. പക്ഷേ പിന്നെ മഴക്കാലമായിരുന്നു, പിന്നെ ആകെ ഞാൻ തിരക്കിൽ വിട്ടുപോയായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ നാടൻ റെസിപ്പീസ് ഞാൻ കാണിക്കും, ഒരലിൽ വെച്ചിട്ട് ഇടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമുക്കിനി എള്ള് വറക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക, അതിലോട്ട് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ എള്ള് നന്നായി വറുത്തെടുക്കുക. അതായത് വറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എള്ള് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കണം. അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും, കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എള്ള് കരിഞ്ഞു പോകും, അതേസമയം ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം ഭയങ്കര സ്വാദാണ് അല്ലേ കഴിക്കാൻ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു ഈ എള്ളിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ എള്ള് എന്ന് പറയുന്നത്. കാരണം അന്ന് കുട്ടിയായിരുന്ന സമയത്തൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെയാണ് ഗ്രാജുവലി മുടി കൊഴിയാനൊക്കെ തുടങ്ങിയത്. അപ്പം അന്ന് ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ മാസം എന്നുള്ള രീതിയിൽ എള്ളുണ്ട ഉണ്ടാക്കി വീട്ടിൽ വെക്കുമായിരുന്നു. അപ്പം അത് എനിക്ക് അന്നൊന്നും ഈ എള്ളുണ്ട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കുന്ന കാണാനും ആ പ്രോസസ്സ് കാണാനൊക്കെ അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതൊരു എല്ലാവരും കൂടെ കൂടുന്ന ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. അപ്പം അന്നത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്നു, അതായത് അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ജോലിക്കാരുണ്ടായിരുന്നു വീട്ടിൽ. അമ്മ ടീച്ചറായിരുന്നു, കാരണം അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വീട്ടിലുണ്ടായിരുന്നു ചേച്ചിമാർ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇത് പറഞ്ഞ പോലെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് മിക്കവാറും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഓലയ്ക്കൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് ഓരലൊക്കെ ക്ലീൻ ചെയ്ത് അമ്മ പറഞ്ഞനുസരിച്ച് അവർ ചെയ്ത് അത് അവസാനം എൻഡ് പ്രോഡക്റ്റ് കിട്ടുന്നതും അത് കാണാനേ വർത്താനം പറയണതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഗോൾഡൻ മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എള്ളൊക്കെ കഴിച്ചിരുന്ന കാരണം നല്ല മുടി ഉണ്ടായിരുന്നു. എള്ളുണ്ട കഴിക്കുന്നില്ല, അതിൻ്റെ ദോഷവശങ്ങൾ ഇപ്പം ഞാൻ സ്വന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ PCODയുടെ പ്രോബ്ലംസ് തുടങ്ങിയ സമയത്ത് ഇറഗുലർ പീരീഡ്സ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ജയതിലകൻ സാർ, അതായത് പൊക്കാഞ്ചേരിയിൽ പലർക്കും തൃശ്ശൂർക്കാർക്ക് അറിയുണ്ടാവും, പൊക്കാഞ്ചേരിയിലത്തെ ജയതിലകൻ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും കാൽഷ്യം ഉണ്ടാവാനും ഒക്കെ എള്ള്, അതായത് രാവിലെ എണീക്കുമ്പോൾ ഒരു പിടി എള്ള് നന്നായി ചവച്ചരച്ച് കഴിക്കുക, അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുടിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ തന്നെ പീരീഡ്സ് ഒക്കെ റെഗുലർ ആയിരുന്നു. പിന്നെ കോളേജിൽ പോവുക അങ്ങനെയൊക്കെ ആയപ്പോൾ അത് വിട്ടുപോയി, അതിൻ്റെ വീണ്ടും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാരണന്മാർ പറയുമ്പോൾ നമുക്കതിന് വിലയില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഞാനൊരു അമ്മയായപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്ന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകർ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഹെൽത്തി സ്നാക്സ് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പണ്ടത്തെ എന്ന് പറയുന്നില്ല ഞാൻ, എന്നാൽ പോലും അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് ഞങ്ങൾ സൈഡിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്ന എള്ളുണ്ടയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, രാവിലെ എനിക്കിട്ടൊക്കെ വെറും എള്ള് കഴിക്കാൻ പറയുമ്പോൾ ചിലർക്ക് അത് പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഇതേപോലെ ഒരു എള്ളുണ്ട ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-2 എള്ളുണ്ടെങ്കിലും ദിവസം കഴിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലും നമുക്ക് നല്ലതായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. നല്ല എല്ലുകൾക്ക് ശക്തിയും മുടിക്കൊക്കെ വളർച്ചയും മുടി കൊഴിച്ചിലൊക്കെ മാറും എന്ന് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എള്ളുണ്ട കഴിക്കാൻ. അപ്പം നിങ്ങളും അത് ഒന്ന് നോക്കൂട്ടോ. ഞാനിപ്പോൾ നിങ്ങൾ വർത്തമാനം പറയണ കാരണം ഫ്ലെയിം ലോയിലേക്ക് ഇട്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കൊന്ന് മീഡിയത്തിലിട്ടതിന് ശേഷം ഇത് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴത്തെ ഭാഗം മാത്രം കരിഞ്ഞു പോവും, മേലെ ചൂടാവില്ല. അതുകൊണ്ട് മൊത്തത്തിൽ പൊട്ടിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ ചൂട് കാരണം കരിഞ്ഞു പോവും. എപ്പോഴും പാത്രം മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. എള്ളിൻ്റെ നല്ലൊരു മണം വരും നമുക്കിത് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നല്ല മണം വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഞാനിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാൻ പോവാണ്, വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ഓവറായി കരിക്കരുതേ, കരിച്ചു കഴിഞ്ഞാൽ കയ്പ്പ് രസം കൂടും. ഇപ്പം എള്ള് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാം. അതിന് വേണ്ടിയിട്ട് കടായി വെക്കുക. അതിലേക്ക് 1/4 ഗ്ലാസ് മാത്രം മതി, ഒരുപാട് വെള്ളം വേണ്ട. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 2 അച്ചാണ് ഉരുക്കുന്നത്. പക്ഷേ ഞാനെല്ലാം ചേർക്കുന്നില്ല, കാരണം മധുരം കൂടി കഴിഞ്ഞ ഇവിടെ ജാൻ കഴിക്കില്ല. ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മടുക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം, കാരണം ഞാൻ ഇതിന് മുമ്പ് ചെയ്തപ്പോൾ ഇട്ടിരുന്നത് ശർക്കര വേറെ ആയിരുന്നു, ഇതിപ്പോൾ വേറെ ശർക്കര ആയതുകൊണ്ട് എനിക്ക് അളവ് ഒഴിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 അച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കട്ടെ കേട്ടോ. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അതിനുശേഷം നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. ശർക്കര പെട്ടെന്ന് ഉരുകണമെങ്കിൽ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉരുകിക്കോളും. ഉരുകിയാൽ മാത്രം മതി, വല്ലാണ്ട് വേറെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടണ പോലെയോ, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണ്ട. വെറുതെ ജസ്റ്റ് സാധാരണ വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്ന പരുവം മാത്രം മതി. ഇനി ഇത് ചൂടാറാൻ നമുക്ക് വെക്കാം. ഓക്കെ, ഇത് മാറ്റി വെക്കണം. ഇതും ചൂടാറണം. ചൂടോട് കൂടി ഒന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചൂടാറാൻ മാറ്റി വെക്കട്ടെ. വേറെ പാത്രത്തിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യണം. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോഴൊന്നും തേങ്ങ ഫ്രൈ ചെയ്യാറില്ല, വെറുതെ തേങ്ങ ഇത് കൂടെ മിക്സ് ചെയ്യാറ് പതിവ്. പക്ഷേ ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസം എടുത്ത് വെക്കേണ്ടതൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്ത് അത് കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പിടി തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവും, അതായത് പച്ചമുളകൊക്കെ മാറുന്ന വരെ ഒന്ന് ഫ്രൈ. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട, എന്നാലും ഇതിൻ്റെ ഒരു
എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നനവൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പിന്നെ ചിലവര് ഇത് എള്ളുണ്ടി ഉണ്ടാക്കുമ്പോൾ അരിയും കൂടെ ചേർക്കാറുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ. പക്ഷെ ഞാൻ ഇത് എള്ള് മാത്രമായിട്ടാണ് ഞാൻ ഈ എള്ളുണ്ട പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അരിയുണ്ട് നമുക്ക് വേറെ ദിവസം ചെയ്യാം. അരിയുണ്ട ചെയ്യാനുണ്ട്, അണ്ടിയുണ്ട ചെയ്യാറുണ്ട്, അങ്ങനെ കുറേ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അത് ഭാവിയിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാനിപ്പോൾ എള്ള് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ചിലവർ ഇതിലേക്ക് ഫ്ലേവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടി ഇടാറുണ്ട്, ചുക്ക് പൊടി ഇടാറുണ്ട്. പക്ഷെ ഇവിടെ ഞാനിതൊന്നും ചെയ്യുന്നില്ല. വെറും നമുക്ക് എള്ള് മാത്രം മതി. ഇന്ന് എള്ളും നാളികേരവും ശർക്കരയും മാത്രം മതി എള്ളുണ്ടെങ്കിൽ. അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേറെ ഒന്നിനും കിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു പിടി അരി ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം എള്ള് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് പൊടിച്ചോളൂ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ മറ്റേത് ചേർക്കുമ്പോൾ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പൊതുവെ ഇവിടെ ജാനും ഏലക്കയുടെ മണമൊന്നും വലിയ താല്പര്യമില്ല. ചിലർ ജീരകം ഇടാറുണ്ട്, നല്ല ജീരകം. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നാളികേരം ഒന്ന് ഫ്രൈ ആവുന്നവരെ ഫ്രൈ ചെയ്യാം. PCOD ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിൽ ശർക്കര നീര് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരം കൂടും. അപ്പോൾ നമുക്കിതിന് അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചാലോ എന്ന് തോന്നി നമ്മൾ കഴിക്കും. ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി നമുക്ക് കൂടും. വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ എനിക്ക് വെള്ളത്തിന് ദാഹം കുറവാണ്. പക്ഷേ എള്ളുണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ചെറിയ എള്ളുണ്ട കഴിക്കണമെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പം അതും നമുക്ക് നല്ലതാണ്. അപ്പോൾ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് എള്ളുണ്ട കഴിച്ചു കഴിഞ്ഞാൽ മതി. ഇത് മതി. ഒരുപാട് ഫ്രൈ ഒന്നും ആയിട്ടില്ല, ഒരുപാട് റോസ്റ്റ് ആയിട്ടില്ല. പക്ഷെ അതേസമയം ഇതിൻ്റെ ഉള്ളിലത്തെ നനവൊക്കെ മാറിയിട്ടുണ്ട്, ആ പച്ച കുത്തും മാറിയിട്ടുണ്ട് നമ്മുടെ നാളികേരത്തിൻ്റെ. ഇത് മതിയാവും. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ എള്ള് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. ആ മിക്സിയുടെ ബൗളിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ മിക്സിയുടെ മീഡിയം സൈസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. എള്ള് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇപ്പോൾ ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു മീഡിയം കോഴ്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ചെടുക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ഞാനിത് പൊടിയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിലേക്ക് നാളികേരം ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പാത്രത്തിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന എള്ളും നാളികേരം കൂടെ ഇട്ട് കൊടുക്കുക. ഈ എള്ള് പൊടിക്കുന്നേക്കാൾ മുന്നേറ്റ് ഈ നമ്മുടെ മിക്സിയുടെ ബൗളില്ലേ, അത് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. അത് പറയാൻ മറന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിയില്ല. ആകെ നല്ല മണമാണ് നമ്മുടെ കിച്ചണിൽ. ഇപ്പോൾ ഭയങ്കര എളുപ്പമല്ലേ ഇത് ചെയ്യാൻ. ഇതെല്ലാം കൂടി അങ്ങോട്ട് ഫ്രൈ ചെയ്യുക, എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഇപ്പം ഞാൻ ശർക്കര അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി, അതായത് 1/4 ഗ്ലാസ് അല്ലേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നെ. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 ശർക്കര ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പകുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യും. അപ്പം ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്ര മധുരം ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓവറായിട്ട് സ്വീറ്റ് ആക്കുന്നില്ല. ഓവറായിട്ട് സ്വീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര നീര് ഒഴിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് ഇത്ര മതിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉരുട്ടാൻ പറ്റണം നമുക്ക്. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കൈ ഇപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം കൈ ജസ്റ്റ് ഒന്ന് കഴുകുക. അതിന് ശേഷം നമുക്ക് ഓരോരോ ഉരുളകളാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനിത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് കഴുകട്ടെ. അതിനുശേഷം എത്ര ചെറിയ ഉരുള വേണോ അത്ര ചെറുതാക്കി എടുക്കുക. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു സൈസ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലുതാക്കാം. അപ്പോൾ നമ്മൾ ലഡു ഒക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഈ ഒരു അളവിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം അത് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എത്ര ഉരുള എനിക്ക് കിട്ടിയെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 21 ഉരുളകളാക്കി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിൽ നിന്ന് 21 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന എള്ളുണ്ടയാണ്. പക്ഷേ ചില സമയത്ത് ഇനി ഞാൻ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന, എല്ലാ ബേക്കറിയിൽ നിന്നും അല്ല, ചില ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എള്ളുണ്ട കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പല്ലിൻ്റെ പണി പിന്നെ പോക്കാന്ന് പറഞ്ഞ പോലെയാണ്. ചില എള്ളുണ്ട അതേപോലെ തന്നെ
അയ്യോ എള്ളുണ്ട് പിന്നെയും ഭേദാന്ന് ഇരിക്കുക. ചില അരിയുണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലിന്റെ കാര്യം അധോഗതിയാണ്. പിന്നെ നമുക്ക് എപ്പോഴും പല്ല് ഡോക്ടറെ അടുത്ത് പോകാനുള്ള സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ്. നമ്മളിനി എന്താ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഇനി ബേക്കറിയിൽ നിന്ന് എള്ളുണ്ട വാങ്ങിക്കില്ല എന്ന് തന്നെ പറയും. കാരണം അത്ര എളുപ്പമാണ്, അതേസമയം അത്ര ടേസ്റ്റിയാണ്, ന്യൂട്രീഷ്യസ് ആണ്, ഹെൽത്തിയാണ്, എല്ലാമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളൊന്നും പോരാ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. 21 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഞാൻ കട്ടെടുക്കുകയാണേ. ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാനിതിപ്പോൾ പറയുമ്പോൾ മധുരം കൂടുതലാന്ന് പറയും, പക്ഷെ കൊള്ളാം. അപ്പോൾ മക്കളെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് വേറെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഈ സംഭവം ഉണ്ടാക്കണം നിർബന്ധമായിട്ടും. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്